ഇതിപ്പോൾ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5000 മാത്രം ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്ന് തന്നെ പറയാൻ പറ്റും. അണ്ടർ വാറണ്ടിയിൽ ഇനി 5 വർഷം വാറണ്ടി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വണ്ടിയിലെടുത്ത് പറയുന്നത് വെച്ചാൽ പലർക്കും ഇതറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എടുത്ത് പറയാണ്. അല്ല, ഇത് മുന്നേ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർ കമന്റ് അടിച്ചു തള്ളല്ലേ, പിന്നെ ഇതൊരു 7 സീറ്റർ എന്ന് പറയാൻ പറ്റുന്ന സംഭവം. ബാക്കിൽ പറയാൻ പറ്റുന്നല്ല, 7 സീറ്റ് ആണ്. അതെ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ ക്യാപ്സിൽ അനസിന്റെ കൂടെയാണ്. ക്യാപ്സ് കാസ്. ഓക്കെ. ലൊക്കേഷൻ കോഴിക്കോട് ജില്ലയിൽ മാങ്കാവ് തിരുവണ്ണൂരാണ്. മീൻചന്ത മാങ്കാവ് ബൈപ്പാസിൽ മാങ്കാവ് നിന്ന് മീൻചന്തയ്ക്ക് പോകുമ്പോൾ തിരുവണ്ണൂർ ഒരു സെൻറ്ററായിട്ട് വരും. ലെഫ്റ്റ് സൈഡാണ് വരിക. മീൻചന്തയ്ക്ക് പോകുന്ന റൂട്ടിലേക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് ഷോറൂം നിങ്ങൾക്ക് കാണാം, ക്യാപ്സ് കാസ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചാൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിയാൻ വേണ്ടി പറയുകയാണ്. എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളും ഇവിടെ ലഭിക്കും, ചെറിയ സെഗ്മെൻറ്റും എല്ലാം ഉണ്ടാവും. പക്ഷേ കൂടുതലായിട്ട് കണ്ടുവരുന്നത് കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. കിയ സെൽട്ടോസ്, സോണറ്റ്, അതേപോലെ നെക്സോണ്, പഞ്ച്, MG ഹെക്ടർ, കാരൻസ്, ഇങ്ങനത്തെ വാഹനങ്ങളുടെ കാറ്റഗറിയാണ് കൂടുതലും നമ്മൾ വീഡിയോ കാണിക്കാറുള്ളത്. ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷേ ടിയാഗോ, ഐട്ടൺ ഗ്രാൻഡ് ഒക്കെ തന്നെ ലഭ്യമാണ് അല്ല, അങ്ങനത്തെ ഒക്കെ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏത് ടൈപ്പ് കാണിക്കാൻ പോകുന്നത്? കൂടുതലും കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും ആഗസ്റ്റ് ആണ്, ഓണത്തിന്റെ ടൈമായി. എന്തെങ്കിലും ഓഫേഴ്സോ കാര്യങ്ങളോ നമ്മൾ ഈ പ്രാവശ്യം ഒരു എല്ലാ കസ്റ്റമേഴ്സും വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നമ്മളൊരു ടൂർ പാക്കേജ് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ടൂർ പാക്കേജ് അല്ലെങ്കിൽ സെറാമിക്, അതിൽ ഏത് വേണമെന്നുള്ള കസ്റ്റമർക്ക് ചൂസ് ചെയ്യാം. പിന്നെ വണ്ടി അതോടൊപ്പം തന്നെ വണ്ടി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും മറ്റൊരു സമ്മാനം കൂടി എന്തായാലും ഉണ്ടാവും. ഓക്കെ ഓക്കെ. അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പല വാഹനങ്ങളും നമ്മൾ കാണിക്കേണ്ട കോമ്പാക്ട് SUV തന്നെ. ഓക്കെ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ് നമ്മുടെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി വീട്ടിലിരുന്നുകൊണ്ട് വിൽക്കാൻ സാധിക്കും. ക്യാബ്സിലേക്ക് കോൺടാക്റ്റുള്ള കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോയുടെ റൈറ്റ് ഓഫ് കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും, ക്യാബ്സിൻ്റെ നമ്പർ, അതിലേക്ക് കോൺടാക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ബാക്കി വീഡിയോയിൽ കാണാം. ആദ്യ വാഹനം നമുക്കൊരു 7 സീറ്ററിൽ തുടങ്ങാം. കിയയുടെ കാരൻസ് ആണ്. KL61 രജിസ്ട്രേഷൻ വരുന്ന കിയ കാരൻസ് 7 സീറ്ററിൽ നമ്മൾ ചില വാഹനങ്ങൾ കാണാറുണ്ട്, പുറകിൽ സ്പേസ് ഇല്ലാത്തൊരവസ്ഥയൊന്നും. അങ്ങനത്തെ പ്രശ്നമൊന്നും ഇതിലില്ല. കയറിയിരുന്ന് നോക്കി, ഞാൻ കയറിയിരുന്ന് നോക്കിയാണ് മുന്നേ ചെയ്തപ്പോൾ. അപ്പം അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. ബാക്ക് സീറ്റ് അടിപൊളിയാണ്. രണ്ടുപേർക്ക് നല്ല നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ബാക്കി? ഇതിപ്പോൾ 2023 മോഡൽ 24 രജിസ്ട്രേഷൻ. അതായത് ഇപ്പോൾ ഒരു 7ാമത്തെ മാസം വണ്ടി ഇറങ്ങിയിട്ട് 7 മാസമേ ആയിട്ടുള്ളൂ. 7 മാസം. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് ആണ്. IMT പ്രസ്റ്റീജ് പ്രീമിയം ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. IMT പ്രീമിയം, ഇൻ്റലിജൻറ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഗിയറിലുള്ള സാധനമാണ്. അതായത് ഗിയർ നമുക്ക് മാനുവലി മാറ്റാം, പക്ഷേ ഓട്ടോമാറ്റിക്കലി വേണമെങ്കിൽ അങ്ങനെ ഓടിക്കാം. വണ്ടി ഓഫായി പോകുന്നില്ല, ക്ലച്ച് ഉണ്ടാവില്ല. ആ ഒരു സിസ്റ്റം തന്നെ, വേറൊന്നുമില്ല. ഇത് ഓപ്ഷൻ ഏതാ പറഞ്ഞ? ഇപ്പോൾ പ്രീമിയം IMT ആണ് വരുന്നത്. പിന്നെ ആകെ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പ്രീമിയം എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ ആണ്, ടോപ്പിന്ന്. അതായത് രണ്ടാമത്തെ ഓപ്ഷൻ. IMT എന്ന് പറയുമ്പോൾ ആദ്യം പ്രീമിയം മാനുവൽ വരും, പിന്നെ പ്രസ്റ്റീജ് വരും, അതായത് പ്രസ്റ്റീജ് മാനുവൽ, പിന്നെ പ്രസ്റ്റീജ് IMT, പിന്നാണ് പ്രീമിയം IMT വരാം. അപ്പോൾ ഈ സെഗ്മെന്റ് പറയുന്ന സമയത്ത് ഇതിനകത്ത് ഓൾമോസ്റ്റ് ഇപ്പോൾ സ്ക്രീന്, ക്യാമറ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ, സീറ്റ് വെന്റിലേഷൻ, ഡിഫോഗർ, വൈപ്പർ, അങ്ങനത്തെ അതൊക്കെ ബാക്കി സംഭവങ്ങളൊക്കെ ഓൾമോസ്റ്റ് അലോയ് വീൽ അവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്. അപ്പം അതേപോലെ വാറണ്ടി ഒക്കെ 2024 പ്രകാരമാണ് വാറണ്ടി ഒക്കെ ഉണ്ടാവുക. വാറണ്ടി 3 വർഷത്തേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ എത്ര കൊടുക്കാം? നമ്മളൊരു പുതിയ വണ്ടി എടുക്കാൻ ഇതിപ്പോൾ ഓട്ടോ എത്രയാണ്? ഇതിപ്പോൾ 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 5000 മാത്രം ഓടിയ വണ്ടിയാണ്. അപ്പോൾ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെ പറയാൻ പറ്റും. അണ്ടർ വാറണ്ടിയിൽ ഇനി 5 വർഷം വാറണ്ടി ഉണ്ട്. അവർ 3 വർഷം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. കിയ 3 വർഷം കൊടുക്കും. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അപ്പോൾ എന്തായാലും അത്രയും വാറണ്ടി ഉണ്ട്. 3 വർഷത്തെ വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. 5000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 12,25,000. 12.4 ലക്ഷം രൂപ. 2023-24 രജിസ്ട്രേഷൻ വാഹനമാണ്. 7 മാസം മാത്രം പഴക്കമുള്ള വാഹനം. ഓക്കെ. പെട്രോൾ IMT. ഇത് അന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം എത്ര ഉണ്ട്? ഇപ്പോൾ 15.25 ആ റേഞ്ച് ഉണ്ട്. 15.25 റേഞ്ച് അല്ലേ? അതിൽ തന്നെ അവരിപ്പോൾ അലോയിൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ ഇത് നോക്കുന്നുണ്ടെങ്കിൽ, കിയ കാരൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രിഫർ ചെയ്യാൻ പറ്റും. ഒരു 4 ലക്ഷം രൂപയോളം മാറ്റം വന്ന് നോക്കാം എന്ത് തന്നെയായാലും. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണ് മാക്സിമം കയറുമോ? മാക്സിമം ലോണ് കയറും.
നമുക്ക് 7 വർഷം ഇപ്പോൾ IT ഒക്കെ ഫയൽ ചെയ്യുന്നുണ്ട്, 7 വർഷം വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരി. കിയയുടെ സോണറ്റ് ആണ്, ഒരു ഫുൾ ബ്ലാക്ക് കളർ വാഹനം. KL 48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ. റൂഫ് റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയിൽ, നല്ല രസത്തിൽ. എന്റെ രസമാണ് ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇത് 2023 മോഡല് പെട്രോൾ HTX IMT ആണ് വണ്ടി വരുന്നത്. IMT ഓട്ടോമാറ്റിക് ആണ്, ഇന്റലിജന്റ് മാനുവൽ ട്രാൻസ്മിഷൻ. മിഡിൽ ഓപ്ഷൻ ആണ് വാഹനം. ടോപ്പിലേക്ക് വരുമ്പോൾ മിഡിൽ എന്ന് പറഞ്ഞാൽ HTX എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഓപ്ഷൻസ് ഉണ്ടാവും. സൺറൂഫ്, പുഷ് ബട്ടൺ. എക്സ്പ്ലസ് വെച്ചാൽ അതിന്റെ അല്ലാണ്ട് ആകെ ഇപ്പോൾ GT ലൈൻ വരുന്നത്. അല്ല, HTX പ്ലസ് വേറെ ഉണ്ട്. വെന്റിലേഷൻ സീറ്റ് വരും. GTX പ്ലസിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു അലോയിൽ ഡിസൈനിൽ ഡിഫറൻസ് ഉണ്ട്. എയർ ബാഗിന് ബാക്കി ഓൾമോസ്റ്റ് ഫീച്ചേഴ്സ് എല്ലാം വരുന്ന വാഹനം എയർ ബാഗ് എല്ലാം വരും. ഓട്ടോ എത്ര പോയത്? ഇത് 10000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 23 മാസം 3 മാസം അല്ല, 3 മാസം. 1 വർഷം കഴിഞ്ഞു. 2026 വരെ 5 വർഷം ഉണ്ട്. 5 വർഷം വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടി, കമ്പനി വാറണ്ടിയിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഒന്നും പറയാനില്ല. വേറെ ക്ലെയിമോ കാര്യം ഒന്നും ഉണ്ടാവില്ല. അണ്ടർ വാറണ്ടി തന്നെയാണ്. എത്ര കൊടുക്കുക വണ്ടിയാണ് ഇത്? 11,65,000. ചോദ്യമാണ്. ഓക്കെ, 1165 HTX സോണറ്റ് ആണ്. 2023 മോഡൽ സോണറ്റ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം തന്നെ. ഓക്കെ, ഇതിൽ ലോൺ സൗകര്യം എത്ര ചാൻസ് ഉണ്ട് കയറാൻ? നമ്മൾ ഇതിനകത്തൊക്കെ നമുക്കൊരു മാക്സിമം ഒരു 10 to 10.5 വരെ ലോൺ കയറും. അതായത് 1 to 1.5 ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് കസ്റ്റമർ ഉണ്ടാൽ മതി, ബാക്കി നമുക്ക് ലോണായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. മൊത്തം ഒരു കിയാമയമാണ്. അടുത്തത് സെൽട്ടോസ് ആണ്. നമ്മൾ കാരൻസ് കണ്ടു, സോണറ്റ് കണ്ടു, അടുത്ത സെൽട്ടോസ് അല്ലേ? ഇതേപോലെ തന്നെ രജിസ്ട്രേഷനിലും ഡിഫറെന്റ്. 24 കഴിഞ്ഞ് 23 കഴിഞ്ഞ് 22 മോഡൽ. 22 മോഡൽ. ഇത് പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2022 മോഡല് പെട്രോൾ IMT തന്നെയാണ്. HTK പ്ലസ് ആണ് വണ്ടി വരുന്നത്. 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. GT ലൈനിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ ആണ്. അതെ. HTK പ്ലസ് അല്ലേ? സോറി, HTX പ്ലസ് ആയി പോയി. അല്ല, HTK പ്ലസ് ആണ് മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്ന വാഹനം. പക്ഷേ ഇതിനകത്ത് വരെ ഈ പറയുന്ന ഇത് പുഷ് ബട്ടണും സൺറൂഫും എല്ലാ ഓപ്ഷൻസും ഉണ്ട്. ഡ്രോപ്പ് ചെയ്യുന്ന സംഭവം പറഞ്ഞാൽ വെന്റിലേഷൻ സീറ്റും അതേപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ അതൊക്കെയാണ് കാര്യമായിട്ട് ഇവർ ഡ്രോപ്പ് ചെയ്യുന്നത്. അലോയ്സിലും ചേഞ്ചസ് ഉണ്ടാവും, ചെറിയ ഡിസൈൻ അതൊക്കെ തന്നെ. അതാണ് മെയിൻ മാറ്റം. ബാക്കി എല്ലാ ഫീച്ചേഴ്സും, അതായത് നമ്മൾ വേറെ ബ്രാൻഡിന്റെ ഒരു ടോപ്പ് എൻഡ് വാങ്ങുന്ന സെയിം ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്തുണ്ടാവും. അത്രയാണ്. ഓക്കെ, ഓട്ടോ എത്ര പോയത്? 17,000 കിലോമീറ്റർ ഓടിച്ചുള്ളൂ. ലോ കിലോമീറ്റർ ആണല്ലോ. പെട്രോൾ അല്ലേ? പെട്രോൾ. ഓക്കെ, പെട്രോൾ HTK പ്ലസ് 2022 മോഡൽ. എത്ര? ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്നത് 13,75,000. 13.25 ലക്ഷം. ഓക്കെ, ലോണ്? ലോണൊക്കെ നമുക്കൊരു 1.5 ഈ പറയുന്ന മാതിരി ആയിരിക്കും. 1 to 1.5 റേഞ്ച് ആയിരിക്കും ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഉണ്ടാവുക, ബാക്കി ലോൺ കയറിപ്പോ. അടുത്ത MG വന്നു. MG ഹെക്ടർ ആണ്. KL 43 രജിസ്ട്രേഷൻ. ഹെക്ടർ അല്ലേ? MG ഹെക്ടർ ആണ്. ഓക്കെ, പറഞ്ഞു. ഇത് 2019 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് വണ്ടി. ഷാർപ്പ് ഫുൾ ഓപ്ഷൻ ആണ്. ഏറ്റവും ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് വാഹനം അല്ല? DCT ഗിയർ ബോക്സ് വാഹനമാണ്. 45,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. 45,000? 45,000. ഓക്കെ, എന്താ പറയാ, എല്ലാ ഫീച്ചേഴ്സും ഇതും നമ്മുടെ കിയനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന. എന്താ വെച്ചാൽ പനോരമിക് സൺറൂഫും 360 ഡിഗ്രി ക്യാമറയും എല്ലാം ഉണ്ടാവും. എല്ലാം വരുന്ന വാഹനം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 10-11 ആ റേഞ്ച് ഒക്കെ കണ്ടാൽ മതി. 8 to 10 ആ റേഞ്ച് കണ്ടാൽ മതി. നേരത്തെ നമ്മൾ കിയയുടെ വാഹനങ്ങളുടെ മൈലേജ് പറയാൻ വിട്ടുപോയി തോന്നുന്നു. ഓൾമോസ്റ്റ് കിട്ടുന്ന റേഞ്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 13 തൊട്ടിട്ട് 17 വരെ ഈ റേഞ്ചിൽ. പെട്രോളാണ്. സെൽട്ടോസിന് അത്ര കിട്ടും ഡെഫിനറ്റ്ലി കിട്ടും. അതിപ്പം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു കൊടുക്കാം. ഞാൻ ഓടിച്ച് ആ റേഞ്ച് അപ്പുറം കാരൻസിനും സോണറ്റിനും സെൽട്ടോസിനും കിട്ടും. എല്ലാത്തിനും അല്ല, കാരൻസിന് കുറച്ച് കുറയും. ശരിയാ, കാരൻസിന് കുറയും. എന്നിരുന്നാലും ഒരു 12 തൊട്ടിട്ട് 15 ആ റേഞ്ച് മൈലേജ് ഉണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു 7 സീറ്റിലൊക്കെ ബാക്കിയുള്ള ബ്രാൻഡിലേക്ക് പോവുകയാണെങ്കിൽ അത്ര മൈലേജ് കൊടുക്കുന്നില്ല. നമ്മളത് പറയണം. ഇത് ഒരു 8 to 10, 11 ആ റേഞ്ച്. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ആകെ ചോദിക്കുന്നത് 12,25,000 മാത്രമേ ഉള്ളൂ. 2019 മോഡൽ. 19 ഷാർപ്പ് ഓട്ടോമാറ്റിക് വാഹനമാണ്. ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. 45,000 ഓടിയിട്ടുള്ളൂ. നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. ലോണൊക്കെ ചിലപ്പോൾ നമുക്ക് ഫുൾ ലോൺ വരെ കിട്ടാം, പ്രൊഫൈൽ അനുസരിച്ചിട്ടാണ്. എന്നിരുന്നാലും ഒരു 1 lakh കണ്ടോളാൻ പറയാം. ഇവിടുന്ന് ഇപ്പോൾ എത്ര ഓട്ടോമാറ്റിക് ഇത് വിറ്റ് പോയിട്ടുണ്ട്? ഏകദേശം ഒരു ഐഡിയ ഇല്ല. എല്ലാ മാസവും നമ്മൾ കൊടുക്കുന്ന വണ്ടിയാണ് ഈ കാറ്റഗറി പെട്രോൾ ഓട്ടോമാറ്റിക് MG. അത് ഞാൻ വെറുതെ ചോദിച്ചാണ്, കാരണം ഞാൻ തന്നെ ഒരുപാട് ചെയ്തിട്ട് വീഡിയോ ചോദിച്ചാണ്.
ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. ഡസ്റ്റർ ആരാധകരുണ്ടെങ്കിൽ ഇതാ ഒരു വാഹനം, അതായത് ലാസ്റ്റ് ഇറങ്ങിയ ഷേപ്പ് ഡസ്റ്ററാണ്. KL 71 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ലാസ്റ്റ് ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡല് 10ാം മാസം പെട്രോൾ ആണ് വണ്ടി വരുന്നത്, മാനുവൽ. പിന്നെ RXS ആണ് ഓപ്ഷൻ വരുന്നത്. സെഡിന്റെ താഴെയായിട്ട് തൊട്ട താഴെയൊക്കെ ഉണ്ട് ഓൾറെഡി അലോയിൽ. അതേപോലെ തന്നെ ഡീഫോഗർ സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇത് ഇവർ അഡീഷണൽ ചെയ്താണ്. ഇത് അഡീഷണൽ അലോയ്സ് ആണ്. ഓൾറെഡി RXS വരുന്നുണ്ട്. ഓക്കെ, നല്ല നീറ്റ് കേട്ടോ, വണ്ടി നീറ്റാണ്. എന്തായാലും ഔട്ട്ലുക്ക് എല്ലാം നീറ്റാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാമല്ലോ. നിങ്ങൾ വരിക, ചോദിക്കുക, എടുത്ത് വാങ്ങുക, വാങ്ങിയിട്ട് വായിച്ചു നോക്കുക. എവിടെ പോയാലും ഏത് ഷോറൂം പോയാലും ഇത് തന്നെ ചെയ്യാം. ഈ സർവീസ് ഹിസ്റ്ററി ഒരിക്കലും നമുക്ക് പ്രിന്റ് കിട്ടൂല. നമ്മൾ കമ്പനി പോയിട്ട് PDF ആയാലും വായിച്ചു നോക്കാം. അതല്ല പറയാണ്, കമ്പനി പോയിട്ട് അവിടുന്ന് അവർ പറഞ്ഞു ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നതാണ്. ഇനി കസ്റ്റമേഴ്സ് വേണമെങ്കിൽ അവർക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സ് നമ്മൾ ഇവിടുന്ന് എന്തായാലും ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും 2020 RXS പെട്രോൾ മാനുവലാണ്. 47,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 47. അതെ, നമ്മൾ ചോദിക്കുന്നത് 6,90,000 രൂപ. 6,90,000 2020 ലാസ്റ്റ് ഡസ്റ്ററാണ്. അപ്പോൾ ഡസ്റ്റർ ആരാധകരുണ്ടെങ്കിൽ മിസ് ചെയ്യേണ്ട, പെട്ടെന്ന് വിളിച്ചോളൂ. ലോണും മാക്സിമം കയറുമല്ലോ? ഓൾമോസ്റ്റ് ലോൺ കയറി വരും. പിന്നെ മൈലേജ് കുറച്ച് കുറയും, ഒരു 11 to 14 കണ്ടാൽ മതി, ആ റേഞ്ചിൽ കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ അടുത്ത സാധനം വന്നു. ടാറ്റ നെക്സോൺ ആണ്. KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. ഒരു ഫോറസ്റ്റ് ഗ്രീൻ, എന്താ പറയുന്നത്, അങ്ങനൊന്നുമില്ല. ഓക്കെ, ഇത് 2021 മോഡല് XZ പ്ലസ് ഓപ്ഷണൽ ആണ് വണ്ടി വരുന്നത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. 20 പറഞ്ഞേ? 21. സോറി, 21. പെട്രോൾ മാനുവൽ 39,000 കിലോമീറ്റർ ഓടിയ. 3 വർഷം അല്ല, 3 വർഷം കൊണ്ട്. ചെറിയൊരു വ്യത്യാസം. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വാഹനമാണ്. സേഫ്റ്റി അതാണ് മെയിൻ. പിന്നെ 12 to 15 അവർ റേഞ്ച് മൈലേജ് ഏകദേശം കിട്ടുന്നൊരു വാഹനമാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോ വണ്ടിയിലെടുത്ത് പറയാന്ന് വെച്ചാൽ പലർക്കും ഇതറിയാൻ ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എടുത്ത് പറയാണ്. ഈ പറയുന്ന മൈലേജ് വെച്ചാൽ ഒരു ഏവറേജ് മൈലേജാണ് പറയുന്നത്. ഇത് തന്നെ കിട്ടുന്നതല്ല, നമ്മൾ ഓടിക്കുന്ന ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതുകൊണ്ട് പറയാണ്. ചിലർ പറയും നീ എന്തിനാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ മൈലേജ് പറഞ്ഞ് വെറുപ്പിക്കുന്നതെന്ന് ചോദിച്ച് കമൻറ്റ് വരാറുണ്ട്. അവിടെ എടുത്ത് പറഞ്ഞാണ്, സോറി. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്ന 8,70,000 രൂപ. 8,70,000 2021 XZ പ്ലസ് ഓപ്ഷണൽ. അതെ, നെക്സോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ ഒരു 7.5 കിട്ടും. 7.5 എന്തായാലും കിട്ടും. ₹1 ഫസ്റ്റ് കണ്ടാൽ മതി, ബാക്കി നമുക്ക് കണ്ടിറക്കാം. ഓക്കെ, വീണ്ടും കിയ തന്നെയാണ്. സോണറ്റ് KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം. അതെ, ഇതും HTX ആണോ? ഇതും HTX ആണ്. ഇത് 2021 ആണ്. പെട്രോള് IMT ആണ് വണ്ടി വരുന്നത്. സെയിം, ഒരു വ്യത്യാസമില്ല. അത് 23, ഇത് 21. ആ ഒരു ഡിഫറൻസ്. കളറൊക്കെ സെയിം ആണ്. പിന്നെ ഇത് 39,000 ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ്. പിന്നെ പെട്രോള്, സൺറൂഫ് കാര്യങ്ങളൊക്കെ വരും, എല്ലാം വരും. പിന്നെ ഇതിൽ അവര് നല്ല സീറ്റ് കവർ, കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് സീറ്റ് കവേഴ്സ് ആണ് ചെയ്തത്. അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് സീറ്റ് കവർ ചെയ്തല്ല, കമ്പനി സീറ്റ് കവർ. അതെ, ഇത് അവർ എക്സ്ട്രാ അഡീഷണൽ ചെയ്ത സീറ്റ് കവറാണ്. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ എത്രയാ? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 10,65,000. 10,65 2021 HTX സോണറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. പെട്രോൾ IMT വാഹനം തന്നെ, സെയിം വാഹനം തന്നെ. ഓട്ടോമാറ്റിക് ആണ്. ലോണും ഒരു 1 lakh കണ്ടിറക്കാറോ? ലോൺ 1 lakh കണ്ടു കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. പിന്നെ 4 സോണറ്റ് പറഞ്ഞില്ലേനോ, അതിൽ 2 നമ്മൾ അടുത്ത എപ്പിസോഡിലേ കാണിക്കുന്നുള്ളൂ. ഒരു റെഡും ഒരു ഗ്രേയും വരാനുണ്ട്. കളറും കൂടി മെൻഷൻ ചെയ്ത് ഇനി ആർക്കെങ്കിലും ആദ്യം വിളിക്കണമെങ്കിൽ വിളിക്കാലോ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് വീണ്ടും നെക്സോൺ എന്ന് വെച്ചാൽ എന്താ, ബ്ലാക്ക് എഡിഷൻ ആണോ ഇത്? ഡാർക്ക് എഡിഷൻ. സോറി, KL 1 തിരുവനന്തപുരം. ഓക്കെ, 2 ബക്കൽ കളറിൽ മാത്രമേ. ഇത് 2022 മോഡല്. പെട്രോള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ XZ പ്ലസ് ഓപ്ഷണൽ ആണ്. അതേ ഓപ്ഷൻ അല്ലേ? ഏറ്റവും ടോപ്പ് എൻഡ് ഡാർക്ക് എഡിഷൻ വാഹനമാണ്. അതെ. ഓട്ടോ എത്ര പോയി? 2022 മോഡൽ 33,000 കിലോമീറ്റർ ഓടി സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, സെയിം പെട്രോൾ എഞ്ചിനാണ്, സെയിം മൈലേജ് കാര്യങ്ങളൊക്കെ വരും. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ, എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 9,45,000.
945. അതിന് ഇത്രയും ചോദിച്ചാൽ അത് മോഡൽ മാസ്റ്റർ ഉണ്ടല്ലോ. അത് 865. അത് എന്ന് പറഞ്ഞാൽ 21 ഇത് 22 ഡാർക്ക് എഡിഷന് കുറച്ചും കൂടി ഒരു ഇത് മാറും, മാർക്കറ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇത് മళ్ళ കണ്ടിറക്കാം അല്ലേ. ഓക്കെ. വീണ്ടും സെൽട്ടോസ് KL18 കോഴിക്കോട് വടകര രജിസ്ട്രേഷൻ ആണ്. പഴയ ബാഡ്ജിങ് വരുന്ന സെൽട്ടോസ് ആണ്. പറഞ്ഞോളൂ എങ്ങനെ. ഇത് 2020 മോഡല് പെട്രോൾ ഓട്ടോമാറ്റിക് HTX ആണ് ഓപ്ഷൻ വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. HTX പെട്രോൾ വാഹനമാണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 12 to 15 അകത്ത്. 15 കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. 17 വരെ കിട്ടും. ഇവൻ പറയുന്നുണ്ട് കിട്ടുന്നില്ല. ഇത് ഞാൻ പറയുന്നല്ല, ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുക്കാം. അത്രയും വാശിയാണ്. കാരണം ഞാൻ ഒരു ഓട്ടോമാറ്റിക് ഈ അടുത്ത് ഇതേമാതിരി അല്ല, ഇത് മുന്നേ വീഡിയോയിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കമന്റ് അടിച്ചു, തള്ളല്ലേ ഇത് തള്ളല്ല. അല്ല, ഞാൻ പേരെടുക്കാൻ പറഞ്ഞ താജുദ്ദീൻ എന്ന് പറഞ്ഞൊരു കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതേമാതിരി മൈലേജ് 14 കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ഞാൻ ഓടിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. 14.8 വരെയുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ റോഡിനാണ്. നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും നമ്മുടെ ഇത് യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. എത്ര മൈലേജ്? എല്ലാവർക്കും എല്ലാ മൈലേജ് ആയിരിക്കും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് എനിക്കിത് കിട്ടുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടിയിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കിട്ടും. ഞാനൊരു വീഡിയോ വരെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പറ എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ വയ്ക്കുന്നത് 12,85,000. 12,85,000 2020 അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് HTX. ഓക്കെ. 1 lakh ഇറക്കാമല്ലോ. 1 lakh ഇറക്കാം. ഓക്കെ. ഒരു മാറ്റർ കൂടി പറഞ്ഞോട്ടെ. ഇതിനകത്ത് HTX ആണ്, പക്ഷെ സൺറൂഫ് വരുന്നില്ല. കാരണം 20 തുടക്കത്തിൽ സൺറൂഫ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പുഷ് ബട്ടൺ അടക്കം അലവിൽ എല്ലാ ഓപ്ഷനും ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനെയൊന്നുമില്ല, വ്യത്യാസമുണ്ട്. അല്ല, GTX വ്യത്യാസമുണ്ട്. അങ്ങനത്തെ. എന്താ പറയാ, ഒന്നും പറയാനില്ല. വീണ്ടും സെൽട്ടോസ് ആണ്. KL27 ആണ്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ തന്നെയാണ്. സെൽട്ടോസ് മാനുവൽ ആണ്. നേരത്തെ ഓട്ടോമാറ്റിക് ഉണ്ട്. സെൽട്ടോസ് KL പോലും ഉണ്ടാവില്ല. ഇല്ല. ഇത് 2020 മോഡൽ മാനുവൽ HTK ആണ് ഓപ്ഷൻ വരുന്നത്. സിംഗിൾ ഓണർഷിപ്പ്. ഇത് പക്ഷേ 20,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കമ്പനി വാറന്റി ഇപ്പം നിലവിലുണ്ട്. അതിന് 3 മാസം അങ്ങനെ എന്തേ ഉള്ളൂ, 3-4 മാസത്തെ ബാക്കിയുള്ളൂ. ഓക്കെ. അതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ. റേറ്റ് 10,25,000 രൂപ. 10,25,000 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഒരു 1 lakh ഇറക്കാം അല്ലേ? ഓക്കെ. വീണ്ടും കാരൻസ് ആണ്. 7 സീറ്റർ KL30 രജിസ്ട്രേഷൻ. ഇത് ടോപ്പ് എൻഡ് ആണോ? വെന്റിലേഷൻ സീറ്റ്? ഇത് ലക്ഷറിയാണ്. ഇതിന്റെ മോഡൽ ലക്ഷറി പ്ലസ് ഉണ്ട്. അതും നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട്. സൺറൂഫ് വരുന്നില്ല അല്ലേ? ഇല്ല, സൺറൂഫ് ഇല്ല. ബാക്കി എല്ലാ ഒരുവിധ ഓപ്ഷൻസ് ഉണ്ട്. വെന്റിലേഷൻ സീറ്റും ഇല്ല, സൺറൂഫും ഇല്ല. പോളിഷിലേക്ക് ഇട്ടാണ് ഇത്? പോളിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മങ്ങിച്ചൊക്കെ നിങ്ങൾക്ക് കാണാനുണ്ടാവും. അപ്പോൾ എങ്ങനെ ഡീറ്റെയിൽ പറഞ്ഞോളൂ. ഇത് 2022 മോഡല് ലക്ഷറി ഡീസൽ മാനുവൽ ആണ് വണ്ടി വരുന്നത്. ഡീസൽ മാനുവൽ അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18 റേഞ്ച് ഒക്കെ മൈലേജ് ഉണ്ടാവും. 17-18 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു 7 സീറ്റർ ആണ്. ഓക്കെ. ബാക്കി ഓട്ടോ സിംഗിൾ ഓണർഷിപ്പ് 15,000 ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണല്ലോ? വളരെ ലോ കിലോമീറ്റർ. ഓക്കെ. എത്ര കൊടുക്കാം? ഇതിപ്പോൾ നമ്മൾ ചോദിക്കുന്നത് 16,75,000. 16,75,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ഡീസൽ മാനുവൽ കിയ കാരൻസ് സ്വന്തമാക്കാം. ലോണും ഒരു 1 lakh ഇറക്കാമല്ലോ? അതിൻ്റെ മോള് എനിക്കൊന്ന് 2 lakh റേഞ്ച് എന്തായാലും വേണ്ടി. 2 lakh വേണം. ഓക്കെ. ഇന്നത്തെ അവസാനത്തെ വാഹനം മഹീന്ദ്രയുടെ TUV ആണ്. KL നമ്പർ നോക്കണേ, നമ്പർ പ്ലേറ്റ് അവിടെ കാണുന്നില്ല. പിന്നെ ഈ ജാതി സൈസ് ഇവിടെ എടുക്കാത്തതാണല്ലോ. അങ്ങനെ കാണിക്കാറില്ല. ഈ പ്രാവശ്യം ഒരു ഓണൊക്കെയല്ലേ, എന്തെങ്കിലും ഒരു ചേഞ്ചസ് കൊണ്ടുവരണല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് വെച്ചതാ. ആയിക്കോട്ടെ. അതെ. പറഞ്ഞോളൂ. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് 2016 മോഡല് T8 ഫുൾ ഓപ്ഷൻ ആണ് വണ്ടി വരുന്നത്. ഡീസൽ മാനുവൽ വണ്ടി. മാനുവൽ എത്ര ഓട്ടം? ഇത് 83,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഇതിന് അത്യാവശ്യം മൈലേജ് കിട്ടുന്നില്ല ഈ ഒരു 16-17 ആ റേഞ്ചേ ഉള്ളൂ. 20ന്റെ മുകളിലൊന്നും നമുക്ക് കിട്ടുന്നില്ല. 16-17 റേഞ്ച് മൈലേജ് ഒക്കെ തന്നെ കിട്ടും. പിന്നെ ഇതൊരു 7 സീറ്റർ എന്ന് പറയാൻ പറ്റുന്ന സംഭവം. ബാക്കിൽ പറയാൻ പറ്റുന്നല്ല, 7 സീറ്റർ ആ സീറ്റ് ആണ്. അതെ, ആ ഒരു കാറ്റഗറി. അതായത് മറ്റേ സീറ്റ് അല്ല, അതിനെന്താ പറയാ, മുഖാമുഖമുള്ള സീറ്റ്. പിന്നെ എത്ര കൊടുക്കാം? നമ്മൾ ചോദിക്കുന്നത് 5,45,000 രൂപ. 5,45,000 2016 85,000 കിലോമീറ്റർ ഓടിയ T8 മഹീന്ദ്ര TUV 300 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 സീറ്റർ വാഹനം. അത്യാവശ്യം മൈലേജ് കിട്ടും ഇതില്. 16-17 കമ്പനി ഞാൻ നോക്കി ഒരു 14-17 ഒക്കെ പറയുന്നത് കേൾക്കാം. ഓക്കെ. ഇത് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റിൽ രേഖപ്പെടുത്താം എങ്ങനെയാണെന്നുള്ളത്.
ബാക്കി ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതോ? ഉണ്ട്, ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. യെസ്. നിങ്ങൾ ഏത് ഷോറൂമിൽ എവിടെ പോയിട്ട് വണ്ടി എടുത്താലും ഹിസ്റ്ററി അവരുടെ അടുത്ത് ചോദിക്കുക, വാങ്ങിക്കുക, ചെക്ക് ചെയ്യുക, ഇതാക്കുക. അവർ എല്ലാ ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ പറഞ്ഞോട്ടെ, എന്നാലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ചെക്ക് ചെയ്യാം. ഇതര സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്സിംഗ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അല്ലേ? എല്ലാവരും മനുഷ്യന്മാരല്ലേ, അത്രയേ ഉള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്തിട്ട് തന്നെ എടുക്കുക എല്ലായിടത്തും. ഓക്കെ, ഇനി നമുക്ക് ഓണത്തിന് അടുപ്പിച്ചിട്ട് ഒരു സ്റ്റോക്കും കൂടെ ചെയ്യാല്ലേ? ചെയ്യാണ്ട് ഒരുപാട് സാൾട്ടോസും സോണറ്റും ഒക്കെ കാണിക്കാണ്ട്, കാരൻസ് ഒക്കെ കാണിക്കാണ്ട്. ഓക്കെ, അപ്പോൾ അത് സെക്കൻഡ് എപ്പിസോഡിൽ വീണ്ടും നമ്മൾ കാണിക്കും. MG Hector ഒക്കെ വരാണ്ട്. നമ്മുടെ ഓണം ഇപ്രാവശ്യം ദുഃഖത്തിലാണ്. അതെ. ഓണമൊന്നുമില്ല അല്ലേ? എന്നാലും നടക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. മനസ്സേ, താങ്ക് യു, ബൈ.